എന്താ നീ കഴിക്കാതിരിക്കുന്നത്? നീ എന്തേ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ ആ സി കേസിന്റെ കാര്യം ആലോചിക്കുമായിരുന്നു. സി കേസി ചതിക്കുന്ന ചേട്ടൻ എത്ര വട്ടം പറഞ്ഞതാ, ഞാനത് കേട്ടില്ല. അയാളെ ഞാൻ വിശ്വസിച്ചു. പക്ഷെ ഇന്ന് ചേട്ടനെ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന അയാളാണെന്ന് എന്റെ കൺമുന്നിൽ തന്നെ ബോധ്യമായില്ലേ? സി കേസിയെ വിശ്വസിച്ചതാ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്തായാലും അവന്റെ തനി സ്വരൂപം എന്താണെന്ന് നിനക്കിപ്പോ ബോധ്യമായല്ലോ. ഇനി ഒന്നിനും പോണ്ട, അകറ്റി നിർത്തിയാൽ മാത്രം മതി. അമ്മേ, ഈശ്വരമംഗലം ഗ്രൂപ്പിലായിരുന്നപ്പോ ചേട്ടൻ പണം എറിഞ്ഞാണ് പണം പിടിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ആ പാവത്തിന്റെ കയ്യിൽ ഒന്നുമില്ല. അതാ ഏറ്റവും വലിയ സങ്കടം. എങ്ങനെയെങ്കിലും ചേട്ടന് കുറച്ച് പണം കൊടുത്ത് സഹായിക്കണം. അർഹതപ്പെട്ടത് മുഴുവൻ കൊടുക്കണം. എന്നാലേ സ്ട്രോങ് ആയിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നമ്മള് കൊടുക്കാത്തല്ലല്ലോടാ, അവനോളം വാങ്ങിക്കാത്തതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനൊക്കെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണമേ. എന്റെ യാമിനയുടെ ഷെയറും കൂടെ വേണമെങ്കിൽ ഏട്ടൻ എഴുതി കൊടുക്കാമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചതാ. നോക്കട്ടെ, ഈ അവസ്ഥയിൽ നമ്മളല്ലാതെ വേറെ ആരെ ഏട്ടനെ സഹായിക്കാനുള്ളത്? നീ ഇനി എന്തൊക്കെ വഴികൾ ആലോചിച്ചാലും ശിവാനി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈശ്വരമംഗലത്ത് നിന്നും 5 പൈസ ഗൗതമിന് കൊടുക്കാൻ പോണില്ല. അതിനുള്ള വഴിയൊക്കെ ഞാൻ ആലോചിച്ചോളാം.